മുംബൈ സിറ്റിയിൽ സുരേഷ് അവൻ കുടുംബത്തോടെ ജീവിക്കുകയായിരുന്നു. സുരേഷ് ഒരു കമ്പനിയിൽ കോളനിയുള്ളവരുടെ കൂടെ ചേർന്ന് ജോലി ചെയ്യുകയായിരുന്നു. ആ കമ്പനിയിൽ സുരേഷിനെ വളരെ ആവശ്യമാണ്. അങ്ങനെ ഒരു ദിവസം, നിങ്ങൾ എന്തുകൊണ്ട് കമ്പനിയിൽ ചെന്ന് വേറെന്തെങ്കിലും ജോലി ചെയ്തുകൂടാ? അപ്പോൾ നമുക്ക് ഒരുപാട് കാശ് കിട്ടുമല്ലോ. ഇല്ല ഊർമിള, എന്നെ കൊണ്ട് വേറെ എവിടെയും ജോലിക്ക് പോകാൻ പറ്റില്ല. കാരണം ഞാൻ അത്ര അളവിന് പഠിച്ചിട്ടുമില്ല. സുരേഷിന് 4 കുട്ടികളായിരുന്നു. 4 പേരുടെ പഠിപ്പ് ചെലവും അവരുടെ ചെലവിനും കൂടുതലായിരുന്നു. ഒരു ദിവസം ഊർമിള സുരേഷിനടുത്ത് ചോദിച്ചു, അല്ല, നിങ്ങൾ ഇത് കേട്ടോ? സാധനങ്ങളുടെ വിലയൊക്കെ വർദ്ധിച്ചെന്ന്. പിന്നെ കുട്ടികളുടെ പഠിത്തത്തിനും ഒരുപാട് ചിലവാകുന്നു. നമ്മൾ ഇവരുടെ പഠിത്തം അങ്ങ് നിർത്തിയാലോ? ഇല്ല ഊർമിള, ഇന്നത്തെ കാലത്തുള്ള സ്ഥിതിയിൽ അവർ നന്നായിട്ട് പഠിച്ചേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അവർ നന്നായിട്ട് പഠിച്ച് വലിയ ഓഫീസേഴ്സായിട്ടാവും. വെയിൽക്കാല സമയത്ത് സുരേഷയുടെ കുട്ടികൾ കോളനിയുള്ള പിള്ളേരുടെ കൂടെ കളിക്കാൻ പോയിരുന്നു. അവർ തിരിച്ചു വന്നതിന് ശേഷം അവർ അമ്മേനടുത്ത് അവർ ചോദിച്ചു, അമ്മേ, കോളനിയുള്ള കുട്ടികളൊക്കെ ഞങ്ങളെ നന്നായിട്ട് ചീത്ത പറഞ്ഞു. ഇനി ഞങ്ങൾ കളിക്കാൻ അവരോട് പോവില്ല. ആ കുട്ടികളൊക്കെ അങ്ങനെ നിങ്ങളെ എന്താ പറഞ്ഞത്? അമ്മേ, അവരെന്താ പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ വീട്ടില് കൂളറില്ല എന്ന് പറഞ്ഞു. നമ്മളൊക്കെ വളരെ പാവപ്പെട്ടവരാന്ന്. അതെ അമ്മേ, രാമു പറഞ്ഞത് ശരിയാണ്. ഞങ്ങൾക്ക് ഒരുപാട് കഷ്ടം തോന്നുന്നു. കുട്ടികളെ, നമ്മൾ ഇതൊന്നും കാതിലെടുക്കാൻ പാടില്ല. അതുകൊണ്ട് നമുക്കൊരു പ്രയോജനവുമില്ല. ഒരു ദിവസം സുരേഷിന്റെ കമ്പനിയിൽ അവന്റെ ആൾക്കാരൊക്കെ വെയിൽക്കാലത്ത് കൂളറും എ സിയും വാങ്ങണമെന്ന് സംസാരിച്ചു. ഇത് കേട്ടപ്പോ തന്നെ സുരേഷും കൂളർ വാങ്ങണമെന്ന് ആലോചിച്ചു. നമുക്ക് വേണ്ടി ഒരു കൂളർ വാങ്ങിക്കണം. പക്ഷെ കൂളർ വാങ്ങിക്കാനുള്ള പൈസ ഇല്ലല്ലോ. അതിനുശേഷം സുരേഷ് അവന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. പിന്നെ ഊർമിള സുരേഷിന്റെ അടുത്ത് വീട്ടിൽ നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ കേട്ടിട്ട്, കുട്ടികള് ഇന്നും കുറച്ചു കാലത്തിന് കാത്തിരുന്നിട്ടേ പറ്റുള്ളൂ. എന്റെ വരുമാനം കൂടിയ ഉടനെ നമുക്ക് ഒരു വലിയ കൂളർ വാങ്ങിക്കാം. ആ കൂളറൊക്കെ നമ്മൾ എപ്പോഴാ വാങ്ങിക്കുക? ആ കാലമൊക്കെ എപ്പോഴാണ് വരാൻ പോകുന്നത്? വെയില് വല്ലാതെ കൂടിയിട്ടുണ്ട്. രാമു, നീ ഒന്നും വിഷമിക്കണ്ട. ഞാൻ പഠിച്ചിട്ട് ഒരു ദിവസം നല്ല ഓഫീസറായിട്ട് പോവും. അപ്പൊ നമുക്കൊരു വലിയ കൂളർ വാങ്ങിക്കാം. അപ്പൊ നീ നല്ല കൂളർ കാറ്റും വാങ്ങിക്കാം. നോക്കൂ രാമു, റിയ, നിങ്ങൾ അച്ഛനോടും അമ്മയോടും ഇതൊക്കെ പറഞ്ഞ് അവരെ വിഷമിപ്പിക്കല്ലേ. നമ്മൾ എല്ലാരും നല്ല സ്കൂളിലല്ലേ ഇപ്പോൾ പഠിക്കുന്നത്. നമ്മൾ മനസ്സ് വെച്ച് പഠിച്ചാൽ നമ്മളെ കൊണ്ട് സാധിക്കാൻ പറ്റും. ഒരു ദിവസം രാമു അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയി. പിന്നെ അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് നല്ല കൂളിംഗ് കാറ്റും വാങ്ങിച്ചു വന്നു. അപ്പോഴാണ് അവന്റെ ഫ്രണ്ടിന്റെ അമ്മ അവിടെ വന്നത്. എന്തു പറ്റി മോനെ? നീ ഈ കൂളറിൽ കാറ്റ് വാങ്ങിക്കുന്നത് കണ്ടാൽ തോന്നും ഇതിനു മുൻപേ നീ കൂളർ കണ്ടിട്ടേ ഇല്ലാന്ന്. അതെ അമ്മേ, അവന് കൂളർ കാറ്റ് വാങ്ങാൻ വിട്. കാരണം അവന്റെ വീട്ടില് കൂളറേ ഇല്ലല്ലോ. ശരി സുഹൃത്തെ, ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുകയാണ്. രാമു അവൻ വീട്ടിൽ വന്നതിന് ശേഷം അവന്റെ അമ്മേന്റെ വീട്ടിലെല്ലാവരുടെ അടുത്തും ഈ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ കൂളറിന് വേണ്ടി അവൻ അടം പിടിക്കാനും തുടങ്ങി. മോനെ, ഇങ്ങനെയൊന്നും നിർബന്ധം പിടിക്കാൻ പാടില്ല. ഇനിയും കുറച്ചു ദിവസത്തിനകം കൂളർ വാങ്ങിക്കാമെന്ന് അച്ഛൻ പറഞ്ഞില്ലേ? അതുവരെ ഒന്ന് കാത്തിരിക്കേ. ഋതു പഠിപ്പില് വലിയ കെട്ടിക്കാരിയായിരുന്നു. അവൾ ക്ലാസ്സിലുള്ള അങ്കിത് എന്ന ചെക്കനെ വല്ലാതെ അവൾക്ക് ഇഷ്ടമായിരുന്നു. ഒരു ദിവസം അങ്കിത് അവളെ പ്രപ്പോസും ചെയ്തു. ഋതു ശരിയെന്ന് സമ്മതിച്ചു. രണ്ടുപേരും സ്കൂളിൽ കണ്ടപ്പോൾ അവർ കുറെ കാര്യങ്ങൾ സംസാരിക്കാനും തുടങ്ങി. ഒരു ദിവസം, ഞാൻ എത്ര വലിയ പൈസക്കാരനാണ്, ഞാൻ ഋതുവിനൊന്ന് കല്യാണം ചെയ്യാനേ പാടില്ല. കാരണം അവൾ ഒരു മിഡിൽ ക്ലാസ് പെണ്ണല്ലേ. അവൾ എന്റെ സ്റ്റേറ്റസും അല്ല. പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് അങ്കിത്തും ഋതുവിനടുത്ത് മാറി നിൽക്കാനും തുടങ്ങി. ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ ഋതു അങ്കിത്തിനടുത്ത് സംസാരിക്കാൻ ശ്രമിച്ചു. അങ്കിത്, എന്താ കാര്യം? ഇപ്പോഴൊന്നും നീ എന്നോട് സംസാരിക്കാറേ ഇല്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ എന്നോട് പറ. അതെ, എനിക്ക് നിന്നെ കൊണ്ട് കല്യാണം ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്തുകൊണ്ടാ? കാരണം നീ എന്റെ സ്റ്റേറ്റസിലല്ലോ. കാരണം നിന്റെ വീട്ടിലൊരു എ സിയോ ഇല്ല ഒരു കൂളർ പോലും ഇല്ല. എന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരന്റെ അടുത്ത് പോലും ഒരു കൂളറുണ്ട്. അങ്കിത് പറയുന്ന എല്ലാ കാര്യങ്ങളും അവൾ കേട്ടപ്പോൾ ഋതു വല്ലാതെ വിഷമിച്ചുകൊണ്ടിരുന്നു. അവൾ കരഞ്ഞുകൊണ്ട് തന്നെ അവൾ വീട്ടിലേക്കും പോയി. വീട്ടിൽ വന്നതിന് ശേഷം അവൾ കരഞ്ഞുകൊണ്ടിരുന്നു. ഋതുവും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവളുടെ അമ്മ അവളുടെ അടുത്തേക്ക് വന്നു. അതിനുശേഷം, എന്തു പറ്റി മോളെ? എന്തിനാ നീ ഇങ്ങനെ കരയുന്നത്? നീ പരീക്ഷയിൽ എന്തെങ്കിലും ഫെയിലായി പോയോ? ഇല്ല അമ്മേ, അങ്ങനെ ഒരു പ്രശ്നവുമില്ല. ഇപ്പോഴുള്ള ആളുകളൊക്കെ കാശിനെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത്. ഞാനിപ്പോൾ നന്നായിട്ട് പഠിക്കും, പിന്നെ ഒരു നല്ല ജോലിക്ക് പോകും. കുറച്ചു വർഷങ്ങൾ കടന്നതിന് ശേഷം ഋതുവിനും കല്യാണമാവുന്ന വയസ്സുമായി. സുരേഷ് അവളുടെ മകൾക്ക് വേണ്ടി നല്ല ജോലി ചെയ്യുന്ന ചെക്കന്റെ കൂടെ കല്യാണ സംബന്ധം ചെയ്തു. അച്ഛാ, ഞാൻ ആദ്യം ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. കല്യാണമൊക്കെ പിന്നെ കഴിക്കാം.
എനിക്കറിയാം മോളെ, നീ എന്റെ സ്നേഹം നിറഞ്ഞ മകളാണെന്ന്. പക്ഷേ എനിക്കിനും ചില കടമകളുണ്ട്. അതുകൊണ്ടാണ് വേഗം തന്നെ കല്യാണം ചെയ്യണം തോന്നിയത്. ആ ചെക്കൻ വളരെ നല്ല പയ്യനാണ്. അവൻ കല്യാണം കഴിഞ്ഞാലും നിന്നെ ജോലിക്ക് വിടും മോളെ. ഈ കാര്യം കേട്ടപ്പോ തന്നെ ഋതുവിനും മനസ്സിലായി. അവൾ കല്യാണത്തിനും സമ്മതം ചെയ്തു. പിന്നെ റിയ ആ കല്യാണ കത്ത് ഫ്രണ്ടിനടുത്ത് കൊടുത്തിട്ട് അവൾ പറഞ്ഞു വെച്ചാൽ, നിങ്ങളൊന്നും എന്റെ ചേച്ചിയുടെ കല്യാണത്തിലേക്ക് വരരുത്. അയ്യോ, നിങ്ങളുടെ ചേച്ചിയുടെ കല്യാണത്തിലേക്ക് വന്ന് ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ വീട്ടിൽ ഒരു കൂളർ പോലും ഇല്ലല്ലോ. പിന്നെ ആ വീട്ടിൽ കല്യാണം എങ്ങനെ നടക്കാനാണ്? അതിനെക്കുറിച്ച് നീ ആലോചിച്ചോ? ഇത് കേട്ടപ്പോ തന്നെ റിയ വീട്ടിലേക്ക് പോയി. ഈ നടന്ന കാര്യങ്ങളൊക്കെ വലിയ ചേട്ടൻ രാമന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. റിയ, നിന്റെ ഫ്രണ്ടിന്റെ അടുത്ത് എല്ലാം ഇത് പറയാൻ പാടില്ലേ? ഞങ്ങളെ വീട്ടിൽ കൂളർ ഇല്ലെങ്കിലും ഞങ്ങളൊക്കെ മനുഷ്യന്മാരെന്ന് പറഞ്ഞുകൂടി നിനക്ക്? രാം പറഞ്ഞത് റിയയ്ക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി. പിന്നെ അവൾ സ്കൂളും പോയിട്ട് അവൾ ഫ്രണ്ട്സിനടുത്ത് അവൾ പറഞ്ഞു, ആരുടെ വീട്ടിലാണോ എസിയോ കൂളറോ ഇല്ലാത്തത് അവരൊന്നും മനുഷ്യന്മാരല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് വന്നാൽ നല്ലത്, വന്നില്ലെങ്കിൽ വളരെ നല്ലത്. ദയവായി ഞങ്ങളോട് ക്ഷമിക്കൂ, ഞങ്ങളാണ് തെറ്റ് ചെയ്തത്. ഞങ്ങൾ നിന്റെ ചേച്ചിയുടെ കല്യാണത്തിന് തീർച്ചയായും വരും. രാം പിന്നെ അവന്റെ പഠിത്തത്തിന് ശേഷം അവൻ ഒരു വലിയ ജോലിയിലും ചേർന്നു. അവന് നല്ല ജോലിയും കിട്ടിക്കഴിഞ്ഞു. അല്ല, ഇവിടെ നോക്കൂ, ഇപ്പോ നമ്മുടെ വീട്ടിന്റെ അവസ്ഥ എന്തോ കുഴപ്പമില്ലാതെ പോകുന്നു. കൂളർ വാങ്ങിക്കുന്നതിനെ കുറിച്ച് രാമനോട് സംസാരിക്കൂ. നീ പറയുന്നത് ശരി തന്നെയാണ്. റാം ജോലിക്ക് പോയതിനു ശേഷം എന്റെ ടെൻഷൻ കുറച്ച് കുറഞ്ഞിട്ടുമുണ്ട്. പിന്നെ ഇന്ന് കാശ് നമുക്ക് ചേർത്ത് വെക്കാം. ഒരു ദിവസം സുരേഷ് ഉർമിളയും കുട്ടികളുടെ കൂടെ ചേർന്ന് കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ കൂളർ വാങ്ങാനുള്ള കഥ അവര് സംസാരിക്കാനും തുടങ്ങി. ഇത് കേട്ടപ്പോ തന്നെ റിയയും രാമുവും വളരെ സന്തോഷപ്പെട്ടു. ഹേ, നമ്മുടെ വീട്ടിലെ കൂളർ വന്നിട്ട് നമുക്ക് തണുത്ത കാറ്റ് വാങ്ങാൻ പറ്റും. ഇതിനു ശേഷം എന്റെ ഫ്രണ്ട്സിനടുത്തും പറയാൻ പറ്റുമല്ലോ ഞങ്ങൾ കൂളർ വാങ്ങിയിട്ടുണ്ടെന്ന്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് രാമും സുരേഷും ഒരു വലിയ കൂളർ ബസാറിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നു. ഇത് കണ്ടോണ്ടിരുന്ന കോളനിവരെല്ലാരും ആശ്ചര്യപ്പെട്ടതോടെ പറഞ്ഞു, ഇത്ര വലിയ കൂളറോ? സുരേഷ്, നീ സാധിച്ചു മോനെ. ഇത്രയും വലിയ കൂളറോ? സുരേഷ്, നീ കലക്കി മച്ചാനെ. ഞാനിപ്പോ എന്താ ആലോചിച്ച് വെച്ചാൽ ഇപ്പോ നല്ല ചൂടുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ ഒരു കൂളർ വാങ്ങാന്ന് വിചാരിച്ചു. കാരണം ഇപ്പൊ രാമു കാശ് ഉണ്ടാക്കുന്നതുകൊണ്ട് എന്റെ പൈസ കൊണ്ട് ഈ കൂളർ വാങ്ങിച്ചു. കൂളർ കണ്ടതിന് ശേഷം രാമു വളരെ സന്തോഷത്തോടെ കണ്ടോണ്ടിരുന്നു. രാമു, ഇപ്പൊ നീ കണ്ടില്ലേ, നമ്മൾ ഇത്രയും കാലം കഷ്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ എത്ര വലിയ കൂളർ വാങ്ങിച്ചു നീ കണ്ടില്ലേ? അതെ രാമു, നല്ലവർക്ക് നല്ലതേ നടക്കുള്ളൂ. നമ്മൾ എത്ര സത്യസന്ധയായിട്ട് അധ്വാനിക്കുന്നോ അത്രയും നമുക്കുള്ള ഫലനും കിട്ടും.